അജ്മീരിൽ ചെന്ന് മോഷ്ടാക്കളെ സാഹസികമായി കീഴടക്കിയ കേരള പോലീസ് സംഘം തിരിച്ചെത്തി. ആലുവ ഇരട്ട മോഷണ കേസ് പ്രതികളെ പിടിക്കാൻ പോയപ്പോഴാണ് പോലീസുകാർക്ക് നേരെ വെടിവെപ്പുണ്ടായത്. അജ്മീർ പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ പിടികൂടിയാണ് സംഘം ആലുവയിൽ തിരിച്ചെത്തിയത്. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ഇപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഈ ആലുവ സ്ക്വാഡ് എങ്ങനെയാണ് അതിസാഹസികമായി ഈ മോഷ്ടാക്കളെ കീഴടക്കിയത്? വിനീത, കഴിഞ്ഞ ആഴ്ച ആലുവയിലുണ്ടായ ഈ ഇരട്ട മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികളെ പിന്തുടർന്നുകൊണ്ടാണ് ആലുവയിലെ 5-അംഗ പോലീസ് സംഘം അജ്മീറിലെത്തിയത്. അതിസാഹസികമായാണ് ഈ പ്രതികളെ അജ്മീറിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. അജ്മീറിൽ വെച്ച് ഈ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു മാർക്കറ്റിൽ വെച്ച് ഈ പ്രതികൾ പോലീസിന് നേരെ വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായി. കേരള പോലീസ് സംഘത്തെ സഹായിക്കാനെത്തിയ അജ്മീറിലെ പോലീസ് ഉദ്യോഗസ്ഥനടക്കം ആ സാഹചര്യത്തിൽ സാരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതിസാഹസികമായിരുന്നു ഈ പ്രതികളെ അജ്മീറിൽ വെച്ച് കേരള പോലീസും അജ്മീർ പോലീസും ചേർന്ന് പിടികൂടിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം അന്ന് പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ പോലീസ് സംഘം, ആലുവയിൽ നിന്നും പോയ 5-അംഗ പോലീസ് സംഘം ഇപ്പോൾ തിരിച്ച് ആലുവയിൽ എത്തിയിരിക്കുകയാണ്. SI ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ പോലീസ് സംഘമായിരുന്നു ഈ അതിസാഹസികമായി ഈ പ്രതികളെ പിടികൂടിയത്. SI ശ്രീലാൽ, CPOമാരായ മുഹമ്മദ് അമീർ, മഹിൻ ഷാ, മനോജ്, അജ്മൽ എന്നിവരടങ്ങുന്നതായിരുന്നു ഈ 5-അംഗ സംഘം. എന്തായാലും ഇവരിപ്പോൾ ആലുവയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. നിലവിൽ ആലുവയിൽ DYSP ഓഫീസിൽ ഇവർ ഒരു കോൺഫറൻസിലാണുള്ളത്. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ഈ 2 പ്രതികളെ അവിടെ നിന്ന് പിടികൂടി. പക്ഷേ ഈ അജ്മീറിൽ വെച്ചുണ്ടായ വെടിവെപ്പിനെ തുടർന്ന് അജ്മീറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അവരിപ്പോൾ അജ്മീർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. തൊട്ടടുത്ത ദിവസം തന്നെ ഇവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. ആലുവയിലെ 2 വീടുകളിൽ നിന്നും മോഷണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തെ തുടർന്നായിരുന്നു ഈ അന്വേഷണ സംഘം അജ്മീറിലെത്തിയിരിക്കുന്നത്. എന്തായാലും DYSP ഓഫീസിലെ കോൺഫറൻസിന് ശേഷം അല്പസമയത്തിന് ശേഷം ഇവർ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് കരുതുന്നത്. ഇന്ന് ഒരു ഉച്ചയോട് കൂടിയാണ് ഈ 5-അംഗ സംഘം ഇപ്പോൾ ആലുവയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ, ഈ പ്രതികളെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള വിവരങ്ങൾ എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളെ കണ്ട് വിശദമാക്കിയേക്കും. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.